വ്യക്തിത്വമാണ്. ഇവിടെ പ്രേക്ഷകർക്കായി ഇന്നത്തെ അതിഥിയെ പരിചയപ്പെടുത്താം. ആദ്യം ആധ്യാത്മിക പഠനത്തിലും സംസ്കൃത ഗ്രന്ഥങ്ങളുടെ പ്രചരണത്തിലും ജീവിതം സമർപ്പിച്ച ഒരു വ്യക്തിത്വമാണ്. ഔദ്യോഗിക ജീവിതം ടെലിഫോൺ ഓപ്പറേറ്ററായി ആരംഭിച്ച് പിന്നീട് ബാങ്കിംഗ് മേഖലയിലൂടെ സേവനം അനുഷ്ഠിച്ച് വിരമിച്ചെങ്കിലും അതിനുശേഷം പൂർണ്ണമായും ആത്മീയ സേവന രംഗത്താണ് പ്രവർത്തനം. സൗന്ദര്യ ലഹരി, ശിവാനന്ദ ലഹരി, ലളിതാ സഹസ്രനാമം, ദേവി മഹാത്മ്യം, ദേവി ഭാഗവതം, ശിവപുരാണം തുടങ്ങി നിരവധി മഹാഗ്രന്ഥങ്ങൾ സംസ്കൃതത്തിൽ നിന്ന് ലളിതമായി വിശദീകരിച്ച് ഭക്തജനങ്ങളിലേക്ക് എത്തിച്ച വ്യക്തിയാണ്. പ്രമുഖ ടെലിവിഷൻ ചാനലുകളിൽ 200-ലധികം ആത്മീയ പരിപാടികൾ അവതരിപ്പിക്കുകയും ലളിതാ സഹസ്രനാമം ഉൾപ്പെടെയുള്ള പരമ്പരകളിലൂടെ നിരവധി പ്രേക്ഷകരുടെ ആദരവ് നേടുകയും ചെയ്തിട്ടുണ്ട്. 2006 മുതൽ എല്ലാ മാസവും വിവിധ ക്ഷേത്രങ്ങളിൽ സൗന്ദര്യ ലഹരി പാരായണത്തിന് നേതൃത്വം നൽകി വരികയാണ്. 100ാമത് പാരായണം പ്രശസ്ത ന്യൂറോളജിസ്റ്റ് പരേതനായ ഡോക്ടർ ബി സാംബശിവൻ സാറിന്റെ നേതൃത്വത്തിൽ നടന്നു. ആത്മീയ രംഗത്തെ സമഗ്ര സംഭാവനകളെ മാനിച്ച് കേരള ബ്രാഹ്മണ സഭ വനിതാ വിഭാഗം ആചാര്യരത്ന പുരസ്കാരം നൽകി കുഞ്ഞൻനമ്പ്യാരുടെ കഥയിൽ നടന്ന ഒരു സംഭവമാണ് എൻ്റെ ജീവിതത്തിലുണ്ടായത്. ഒരു 30 വർഷം മുമ്പേ നാഗർകോവിലിൽ ബീവേഴ്സ് അസോസിയേഷൻ്റെ ഒരു മഹാരുദ്രം നടക്കുകയും അതിൽ നയിക്കാനായിട്ട് ഞങ്ങൾ 2 പേരും ഉണ്ടാവുകയും അങ്ങനെ മൈക്കിലൂടെ വേദങ്ങളെല്ലാം പറഞ്ഞ് ഇരിക്കുന്ന സമയത്ത് എല്ലാവരും കൂടി കന്യാകുമാരി പോകണം തീരുമാനിച്ചു. അവിടെ പോയി എല്ലാവരും ലളിതാ സഹസ്രനാമം ചൊല്ലും. എനിക്കന്ന് ലളിതാ സഹസ്രനാമം അറിയില്ല. വേദമെല്ലാം പഠിക്കും, വേദം ചൊല്ലും, ഗണങ്ങളെല്ലാം പാരായണം ചെയ്യും. പക്ഷെ അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് അത് തീർന്ന ഉടനെ ദുർഗാസൂക്തം ചൊല്ലാം എന്ന് ഒരാൾ പറഞ്ഞു. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതുവരെ ഒന്നും ചാൻഡ് ചെയ്തില്ല എന്ന് തമാശയായിട്ട് പറഞ്ഞതാണ്. പക്ഷെ അത് അവിടെ അങ്ങനെയാണല്ലോ. മിഴാവ് കിട്ടിയപ്പോൾ ഉറങ്ങിയത് കൊണ്ട് ചാക്യാർ കളിയാക്കിയത് കൊണ്ടാണല്ലോ അദ്ദേഹം തുടർ പ്രസ്ഥാനം ഉണ്ടാക്കിയത്. അന്ന് ദേവിയുടെ സന്നിധി പോയി പ്രാർത്ഥിച്ചു. ഈ ലളിതാ സഹസ്രനാമം ജപം മാത്രമല്ല, അതിൻ്റെ ഉറവിടം എന്താണ്, അതിൻ്റെ ഓരോ പദത്തിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം തീരുമാനിച്ച് അങ്ങനെയാണ് ഞാൻ ഇതിലോട്ട് വരാൻ സാധ്യതകൾ. ഇപ്പോൾ പൂർണ്ണമായി ആത്മീയ സേവന രംഗത്താണ് അങ്ങ് തുടരുന്നത്. മുൻപ് ബാങ്ക് ഉദ്യോഗസ്ഥരായിരുന്നു, അതിനു മുമ്പ് ടെലിഫോൺ ഓപ്പറേറ്റർ ആയിരുന്നു. ഇങ്ങനെയൊരു ഉദ്യോഗത്തിൽ നിന്നൊക്കെ മുഴുവൻ സമയ ആത്മീയ സേവന രംഗത്തേക്ക് എത്താനുണ്ടായിരുന്ന ഒരു സാഹചര്യം കൂടി. എൻ്റെ ഗുരുനാഥൻ, അതായത് നമ്മുടെ പുരാണ ഇതിഹാസങ്ങൾ ഏതെടുത്താലും എല്ലാം സ്ത്രീ സംബന്ധമായ കാര്യമാണ്. രാമായണം എടുത്താൽ സീതയെ അപഹരിച്ചു എന്നുള്ളതാണ് മെയിൻ. അതുപോലെ മഹാഭാരതം എടുത്താൽ പാഞ്ചാലിക്ക് ഉണ്ടായ ഒരു ബുദ്ധിമുട്ട്. ഇതെല്ലാം നോക്കുമ്പോൾ എന്തോ ഇതിനകത്തൊരു കാര്യമുണ്ടെന്നുള്ളത് ചെറുപ്പം മുതലേ എൻ്റെ മനസ്സിലുണ്ടായ തോന്നലാണ്. എൻ്റെ 17ാമത്തെ വയസ്സിലാണ് ബ്രഹ്മശ്രീ ഗോപാൽജി എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഗുരുനാഥൻ, അദ്ദേഹത്തിനെ കാണുകയും അതിൽ നിന്നാണ് ഇതെല്ലാം തത്വങ്ങളാണെന്നുള്ളവർ മനസ്സിലാക്കുകയും ചെയ്തത്. അങ്ങനെ സാധാരണ എല്ലാവരും പാരായണം ചെയ്യുന്നുണ്ട്. പക്ഷേ അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്താൽ അത് കുറച്ചും കൂടി പ്രയോജനകരമായിരിക്കും, ആളുകൾക്ക് ഇനിയും ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് ഞാൻ പഠന ക്ലാസ് തുടങ്ങിയത്. ഏകദേശം 2000-ഓളം ആളുകൾ ഇന്ത്യയിൽ അഭ്യസിച്ചവരുണ്ട്, ഇന്ത്യക്ക് പുറത്തും. ഇപ്പോൾ ഓൺലൈനായ ശേഷം പുറമെയുള്ള നാട്ടിൽ നിന്നും ധാരാളം പേര് അഭ്യസിക്കുന്നുണ്ട്. ഈ മതപരമായ ഗ്രന്ഥങ്ങൾ, അത് ഹിന്ദുമതമായിക്കോട്ടെ, ഇസ്ലാം മതമായിക്കോട്ടെ, ക്രിസ്തു മതമായിക്കോട്ടെ, ഇതിലൊക്കെ ഗ്രന്ഥങ്ങൾ നൽകുന്ന ഒരുപോലെയുള്ള കുറേ സന്ദേശങ്ങളുണ്ട്. ഇതിലിപ്പോൾ സൗന്ദര്യ ലഹരി എന്നുള്ള ആ ഗ്രന്ഥത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ആ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണ ഭക്തർ അത് വായിക്കേണ്ട ഒരു സാഹചര്യം അതെന്താണ്? ഞാൻ ഈ ലളിതാ സഹസ്രനാമം അർത്ഥത്തോടെ പറഞ്ഞ കാര്യം, പല അമ്പലത്തിലും പാരായണം ചെയ്യുമ്പോൾ ഉച്ചാരണത്തിലുള്ള പെശക ഒന്ന് മാറ്റിക്കൊടുക്കണം എന്നുള്ള തോന്നലാണ്. അങ്ങനെ ഒരു 3 മാസം ക്ലാസ് നടത്തിയ ശേഷം അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ പെരുന്നാളിയുള്ള സരസ്വതി എന്ന് പറഞ്ഞ ഒരു അമ്മ ഒരു പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ദീപാരാധന കഴിഞ്ഞ ഉടനെ എൻ്റെ അടുത്ത് വന്ന് സൗന്ദര്യലഹരി പഠിക്കണം എന്ന് പറഞ്ഞു. എനിക്കന്ന് അറിയില്ലായിരുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കെ 2 ദിവസം കഴിയുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, നീ ഇങ്ങനെ ലേഡീസിൻ്റെ ക്ലാസ്സൊക്കെ നടത്തുന്നുണ്ടല്ലോ, ഇതാ ഒരു പുസ്തകം എന്ന് പറഞ്ഞ് കണ്ണൂർ മഹാദേവ ശാസ്ത്രിയുടെ പുസ്തകം എനിക്ക് കൊണ്ട് തന്നു. ഇതെല്ലാം ഒരു നിമിത്തമാണ്. അങ്ങനെ അന്ന് ഞാൻ ബാങ്കിന് ജോലിയായിരുന്നു, വർക്കലയിലാണ്. രാവിലെയും വൈകുന്നേരം ഓരോ മണിക്കൂർ സമയം ട്രെയിനിൽ കിട്ടുമ്പോൾ ഈ ഗ്രന്ഥം എടുത്ത് വായിക്കുകയും അതിലൂടെ ഈ ശരിയായ കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി അങ്ങനെയാണ് ഈ സൗന്ദര്യലഹരി ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയത്. അതിൽ ഓരോ ശ്ലോകവും നമ്മുടെ ജീവിതത്തിൽ ഓരോരോ ആവശ്യത്തിനുള്ള ശ്ലോകങ്ങളായിട്ടുണ്ട്. ഒരു കുട്ടി ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെയുള്ള നമ്മുടെ ആവശ്യങ്ങളെല്ലാം. ഇപ്പോൾ
കുട്ടികളില്ലാത്തവർക്ക് ജപിക്കാനൊരു ശ്ലോകമുണ്ട്. അത് ആണുങ്ങൾക്കാണ് ബുദ്ധിമുട്ടെങ്കിൽ ആണുങ്ങൾക്ക് ജപിക്കാനും, പെണ്ണുങ്ങൾക്കാണ് ബുദ്ധിമുട്ടെങ്കിൽ സ്ത്രീകൾക്ക് ജപിക്കാനും. അങ്ങനെ കുട്ടി വളരണം, അതിന് പഠിക്കണം, അതിന് ജോലി കിട്ടണം, അതിന് കല്യാണമാകണം. കല്യാണമായി എന്തെങ്കിലും പ്രശ്നമായാൽ അത് ഇല്ലാതാക്കാൻ, ഫാമിലി പ്രോബ്ലം തീർക്കാൻ അതിൽ ശ്ലോകമുണ്ട്. ഇങ്ങനെ ഓരോന്നിനും ഓരോ അവസരത്തിനും ഓരോ ശ്ലോകങ്ങളുണ്ട്. ഇതെല്ലാം പഠിക്കുന്നു. പ്രാവർത്തികമായിട്ടും ഇത് ധാരാളം അതിൻ്റെ എഫക്റ്റ് എൻ്റെ ക്ലാസ്സുകളിലുള്ളവർക്ക് കിട്ടിയിട്ടുണ്ട്. ഒരാൾക്കൊരു കിഡ്നി ഫെയിലൂറായി ട്രാൻസ്പ്ലാന്റേഷൻ വരെ ഡേറ്റ് വെച്ചതാണ്. ഈ കിഡ്നിയുടെ അസുഖം മാറാനൊരു ശ്ലോകം അതിലുണ്ടെന്നുള്ളത് പഠിപ്പിച്ച പെരുന്താനിയിലുള്ള ഒരു 30 പേര് ചേർന്ന് 25,000 അത് ലഭിച്ചു. 3rd ഡേ ഓട്ടോമാറ്റിക്കായിട്ട് കിഡ്നി ഫംഗ്ഷനായി. ഇന്നും അദ്ദേഹം ഒരു അമ്പലത്തിലെ ചെയർമാനായി സുഖമായിരിക്കുന്നു, വിത്തൗട്ട് ട്രാൻസ്പ്ലാന്റേഷൻ. വളരെ സന്തോഷത്തോട് പറയും. ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ക്ലാസ്സിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഏതായാലും ഈ ദേവി മഹാത്മ്യം നമുക്കറിയാം, ഹിന്ദു ഭവനങ്ങളിൽ ഒക്കെ വിശ്വാസികൾ, ഭക്തർ ജപിക്കുന്ന ഒരു പുസ്തകമാണ് ദേവി മഹാത്മ്യം. അതോടൊപ്പം സൗന്ദര്യ ലഹരി കൂടി. ഇതിൻ്റെയൊക്കെ ഒരു സന്ദേശം എന്താണ്? അതായത് ഈശ്വര വിചാരമാണ്. ഈശ്വര ചിന്ത ചെയ്തൊന്നേ മനുഷ്യന് ശാശ്വതമേ ഉലകിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അത് മാത്രമാണ് എന്നും ശാശ്വതം എന്ന് നമ്മൾ അറിയണം. അത് മനസ്സിലാക്കണമെങ്കിൽ വെറുതെ നമ്മൾ ദൈവമാണ് വലുത്, അതാണ് വലുതെന്ന് മാത്രം പറഞ്ഞാൽ പോരാന്ന് പറഞ്ഞ് അതിൻ്റെ രൂപവർണ്ണനയായി കൊടുത്ത് ഇത് ജപിച്ചാൽ ഇന്നത് കിട്ടും. കാരണം എല്ലാ ജനങ്ങൾക്കും എന്തെങ്കിലും ചെയ്താൽ എനിക്കെന്ത് കിട്ടും? ഇതാണല്ലോ ചോദ്യം. ആ ഫലങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ സൗന്ദര്യലഹരി പറഞ്ഞിട്ടുള്ളത്. ശിവാനന്ദലഹരിയിൽ ഒരേ ഒരു കാര്യമേ ഉള്ളൂ, മോക്ഷപ്രാപ്തി. എങ്ങനെ ഹൗ ടു അറ്റൈൻ സാൽവേഷൻ, അത് മാത്രമേ അതിൽ പറയുന്നുള്ളൂ. ഇത് ജപിക്കുന്നത് കൊണ്ട് മാനസികമായിട്ട് നമുക്ക് നല്ലൊരു ശാന്തത കിട്ടും. എന്തൊരു പ്രയാസം വന്നാലും അതിനെ അതിജീവിക്കാനുള്ള ഒരു ശക്തി നമുക്ക് കിട്ടുന്നത് ഈ പാരായണത്തിലൂടെയാണ്. കലിയുഗത്തിൽ മോക്ഷപ്രാപ്തിയുടെ എളുപ്പ വഴി നാമപാരായണം എന്ന് പൊതുവെ നമ്മളൊക്കെ പറയുന്ന കാര്യമാണ്. അതാണ് ഈ പാരായണം കൊണ്ടുള്ള നമുക്ക് ഗുണം. സാധാരണ ഈ ഗ്രന്ഥങ്ങളൊക്കെ തന്നെയും മിക്കവാറും ഗ്രന്ഥങ്ങളൊക്കെ തന്നെയും സംസ്കൃത ഭാഷയിലാണ്. ഇത് സാധാരണക്കാർക്ക് മനസ്സിലാകാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അതെങ്ങനെയാണ് സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നത്? അല്ല, സംസ്കൃത ഭാഷയാണെങ്കിലും അതെല്ലാം മലയാളത്തിൽ പിന്നെ ട്രാൻസ്ലിറ്ററേഷൻ ചെയ്തിട്ടുണ്ട്. ട്രാൻസ്ലിറ്ററേഷൻ. ഇപ്പൊ വിഷ്ണു സഹസ്രം എല്ലാവരും ജപിക്കുന്നു, അത് സംസ്കൃതമല്ലേ? അച്യുതാനന്ദ ഗോവിന്ദ നാമോച്ചാരണ പിഴച്ചാദശ്ചിന്റെ സകലാം ലോകാം സത്യം സത്യം വദാമേകം, ഇത് സംസ്കൃതമാണ്. അതുകൊണ്ട് സംസ്കൃതം അറിഞ്ഞാലേ ഇത് പഠിക്കാവുന്നല്ല. സംസ്കൃതം അറിഞ്ഞാൽ കുറച്ചും കൂടി അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സാധ്യത ഉണ്ടാകും. അതിനിപ്പോൾ ധാരാളം ഭാഷ്യ ബുക്കുകളുണ്ട്. അത് നോക്കിയാൽ ഈ അർത്ഥത്തോടെ പഠിക്കുന്നതിനുള്ള ഗുണം എന്താ എന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ വാഷിംഗ് മെഷീനിൽ നനച്ച വസ്ത്രം ധരിക്കുന്നതും അതേ വസ്ത്രത്തിന് നല്ലവണ്ണം പ്രസ് ചെയ്ത് അയൺ ചെയ്ത് ഇടുന്നതും തമ്മിലുള്ള വ്യത്യാസം അത്രയേ ഉള്ളൂ. അർത്ഥത്തോടെ പഠിച്ചാൽ അതിൽ കൂടുതൽ നമുക്ക് ഇൻവോൾവ്മെന്റ് അതിൽ കിട്ടും, അതിൻ്റെ പൊരുൾ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കും. ഈ നിത്യപാരായണവും പൂജയും ഒക്കെ നടത്തുന്ന പലർക്കും ഈ ആരോഗ്യ കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് എന്നൊക്കെ കേൾക്കാറുണ്ട്. പിന്നെ ഈ ദൈവാരാധനയും ജീവിതത്തിൽ ദുരിതങ്ങളും തമ്മിലുള്ള ഒരു ബന്ധം അതെങ്ങനെയാണ്? ഒന്നുകൂടെ. നിത്യപാരായണവും പൂജയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് പലപ്പോഴും ഈ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ കിട്ടാതെ എന്ന് പലപ്പോഴും ആ പരീക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നൊക്കെയാണ് കേൾക്കാറുള്ളത്. ഇത് പൊതുവേ ജനങ്ങൾക്കുള്ള മനസ്സിലുള്ള ഒരു തോന്നലാണത്. ഞാൻ ഒരുപാട് ഗ്രന്ഥങ്ങൾ വായിക്കുന്നു, അമ്പലത്തിൽ പോകുന്നു, പക്ഷെ എനിക്കെല്ലാം മുട്ടുവേദന, നടുവേദന, കുടുംബത്തിലെ പ്രശ്നം ഇത് വരുന്നു. എന്തുകൊണ്ട് ഇത് വരുന്നു എന്ന് ചോദിച്ചാൽ, ഏത് ചോദ്യത്തിനും ഉത്തരം ലളിതാ സഹസ്രനാമത്തിലുണ്ട്. അതായത് +2 ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ, PhD എന്ന് പറയുന്ന പോലെയാണ് ലളിതാ സഹസ്രനാമം +2, സൗന്ദര്യലഹരി ഗ്രാജുവേഷൻ, ദേവി മഹാത്മ്യം പോസ്റ്റ് ഗ്രാജുവേഷൻ, ദേവി ഭാഗവതം PhD. അതിലെ എല്ലാ കാര്യങ്ങളും വരും. പുണ്യാപുണ്യ ഫലപ്രദമായ നമഃ എന്നൊരു പദം ലളിതാ സഹസ്രനാമത്തിലുണ്ട്. പുണ്യത്തിലെയും പാപത്തിലെയും ഫലങ്ങൾ നമുക്ക് നൽകുന്നവൾ ദേവി. അപ്പൊ പുണ്യം എന്ന് പറഞ്ഞാൽ സത്കർമ്മങ്ങളെല്ലാം പുണ്യമാണ്, ദുഷ്കർമ്മങ്ങളെല്ലാം പാപമാണ്. നമ്മൾ അറിയാതെ പല പാപങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ പുണ്യത്തിൻ്റെ ഫലം അനുഭവിക്കാൻ നമ്മൾ പ്രാപ്തരാകുമ്പോൾ, അതാണ് ഈ അമ്പലത്തിൽ പോകുന്നതും പൂജ ചെയ്യുന്നതും ഭാഗവതം സപ്താഹം ചെയ്യുന്നതും ഒക്കെ പുണ്യത്തിൻ്റെ ഫലം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ പാപത്തിൻ്റെ ഫലം കുറുക്കേ വരും. അതാണ് ഈ അസുഖങ്ങളും കാര്യങ്ങളും വരുന്നതല്ലാതെ ഇതാരും വരുത്തുന്നതല്ല. എല്ലാം നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം. ഫേവറായിട്ട് വരുന്നതെല്ലാം പുണ്യത്തിൻ്റെ ഫലം, അൺഫേവറായിട്ട് വരുന്നതെല്ലാം പാപത്തിൻ്റെ ഫലം. അത് അനുഭവിച്ച് തീർന്നാലേ അപ്പുറത്ത് നമുക്ക് അടക്കാൻ സാധിക്കുകയുള്ളൂ. എന്തെങ്കിലും ഒരു സാധനം, ഒരു പൈനാപ്പിൾ വാങ്ങിയാലും അത് അങ്ങനെ നമ്മൾ കഴിക്കുന്നില്ലല്ലോ. അത് മൊത്തം തൂക്കിയിട്ട് അതിൻ്റെ വില കൊടുത്താണ് വാങ്ങുന്നത്. എങ്കിൽ എത്ര ഭാഗം പച്ച അതിൻ്റെ തലയിലുള്ള കൊണ്ട, അതിന് മുള്ള് എല്ലാം കളഞ്ഞിട്ട് നടുഭാഗം മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അതേപോലെ പാപത്തിൻ്റെ ഫലം കഴിഞ്ഞാലേ പുണ്യത്തിൻ്റെ ഫലം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഈ പ്രയാസങ്ങൾ വരുന്നതല്ലാതെ. പക്ഷെ അതുകൊണ്ട് എന്ത് ഗുണമെന്ന് ചോദിച്ചാൽ, എന്തായാലും കഷ്ടപ്പെടുമല്ലോ, പിന്നെ എന്തിന് പുണ്യം ചെയ്യണം എന്നൊരു തോന്നൽ വരാം.
ഈ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഈ പാപത്തിന്റെ ഫലം അനുഭവിക്കാനുള്ള മാനസിക ദൃഢത, സാമ്പത്തിക ശേഷി, ശാരീരിക ഭദ്രത നമുക്കുണ്ടാകും. അതാണ് ഈ പുരാണ ഇതിഹാസങ്ങൾ പഠിക്കുന്നതും ഭക്തി കാണിക്കുന്നതും കൊണ്ടുള്ള പ്രയോജനം. ഈ ലളിതാ സഹസ്രനാമം ജീവിതത്തിന്റെ ഭാഗമാക്കണം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തെങ്കിലും അങ്ങയുടെ അനുഭവത്തിലുണ്ടോ? തീർച്ചയായിട്ടും. കാരണം അത് നമ്മൾ ഈ മന്ത്രം ജപിക്കും തോറും നമ്മൾ ഈശ്വരനുമായിട്ട് കൂടുതൽ അടുക്കും, ആ വിചാരത്തിൽ അടുക്കും. അങ്ങനെ വരുമ്പോൾ ഞാൻ തൊഴുന്ന ദൈവം എന്നെ സഹായിക്കും എന്നുള്ള ഒരു ഉറപ്പ് നമ്മുടെ മനസ്സിൽ വരും. പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ കൊറോണയ്ക്ക് ശേഷം നോക്കിയാൽ ഭക്തി ഒരുപാട് വളർന്നിട്ടുണ്ട്. പേടിയുണ്ടാവാം, അല്ലെ എന്തോന്ന് അറിഞ്ഞുകൂടാ, കലിയുഗത്തിന്റെ ഒരു അനുഗ്രഹമായിട്ടും ഇതെടുക്കാം. പണ്ട് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ജോയിന്റ് ഫാമിലി ആയിരിക്കും, അമ്മമാരോ അപ്പൂപ്പന്മാരോ അമ്മൂമ്മമാരോ വരെ നമ്മളെ കൊണ്ടുപോകും. ഇന്നതില്ല. പക്ഷെ ഇന്ന് യങ്സ്റ്റേഴ്സ് ഒരുപാട് വരുന്നു. ഏത് അമ്പലത്തിൽ പോയാലും യങ്സ്റ്റേഴ്സിന് ഒരുപാട് കാണാൻ സാധിക്കും. കാരണം എല്ലാം IT ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം ഇഷ്ടം പോലെ അവർക്ക് അതിനുള്ള സാധ്യതയുണ്ട്. അമ്പലത്തിൽ വഴിപാട് ചെയ്യാനോ കാര്യങ്ങൾക്കോ വളരെ ഭക്തിയോടുകൂടി അവർ വരുന്നത്. എത്ര തന്നെ ഫാഷനായിട്ട് ആളുകളായാലും അവർ അമ്പലത്തിൽ നിന്നുള്ളത് ഒരു ഇതായിട്ട് വെക്കുന്നുണ്ട്. അത് വളരെ സന്തോഷകരമായ കാര്യമാണ്. എന്തുകൊണ്ട് വരുന്നു? അവർക്ക് അതുകൊണ്ടുള്ള പ്രയോജനം കിട്ടുന്നത് കൊണ്ട്. ഈ വരുന്നവരെ ഈ നാമജപവും കൂടി ചെയ്താൽ ഇനിയും അധികം ഫലം ഉണ്ടാകും. ഔദ്യോഗിക ജീവിതത്തിൽ പ്രമോഷൻ കിട്ടാനുള്ള സുഖം സൗന്ദര്യലഹരിയിലുണ്ട്. അത് ധാരാളം പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത് LIC ജോലിയുടെ 2-3 പേർക്ക് അത് ഫലപ്പെട്ടിട്ടുണ്ടെന്ന് പോലും എനിക്ക് ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ നിത്യപാരായണം ചെയ്യുന്നത് ഏറ്റവും ലളിതാ സഹസ്രം എടുക്കാൻ കാരണം അമ്മ എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. അമ്മയോടാകുമ്പോൾ നമുക്ക് എന്ത് സ്വാതന്ത്ര്യമായിട്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. ആ ഒരു രീതിയിലാണ് ധാരാളം സ്ത്രീകൾ അത് പറഞ്ഞു വരുന്നത്. ഒരുപാട് സാമുദ്രികാശാസ്ത്രം, ലക്ഷണശാസ്ത്രം, ശരീരശാസ്ത്രം, ശില്പശാസ്ത്രം ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഗ്രന്ഥമാണ് ലളിതാ സഹസ്രനാമം. അല്ലാതെ ദേവിയുടെ വെറും 1000 നാമം മാത്രമല്ല. പറഞ്ഞ പോലെ കോവിഡിന് ശേഷം ഈ ഭക്തി വർദ്ധിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. ഇപ്പൊ യുവതലമുറയ്ക്കിടയിൽ എങ്ങനെയാണ് ഭക്തി കൂടുന്നുണ്ടോ? അതോടൊപ്പം തന്നെ ഈ തിരക്കേറിയ ജീവിതത്തിനിടയിൽ ആളുകൾ ആ ഭക്തിയിലേക്ക് കടക്കുന്നത് കൂടുന്നതായിട്ടാണോ അനുഭവം? ഇപ്പൊ ധാരാളം ആളുകൾ, ഞാനിപ്പോ ഈ ഓൺലൈൻ ക്ലാസ് നടത്തുമ്പോഴും എൻ്റെ ചാനൽ, എനിക്ക് ദുർഗാ പരമേശ്വർ സംഘം എന്ന യൂട്യൂബ് ചാനലുണ്ട്. അതിലൊക്കെ ധാരാളം ക്വറീസ് വരുന്നുണ്ട്. ധാരാളം ആളുകൾ അതിനെ മനസ്സിലാക്കാനുള്ള ഇതുണ്ട്. കാരണം അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാത്തത് കൊണ്ടാണ് അവരിതിലൊന്നും വരാത്തത്. ഈ യുവതലമുറയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പണ്ട് പ്രായമായ ഒരു വീട്ടിൽ കാണും, അവരിതെല്ലാം പറഞ്ഞു കൊടുക്കും. ഇന്ന് 4 പേരുണ്ടെങ്കിൽ 4 പേരും ജോലിക്കാരാണ്. ആർക്കെന്തിനു സമയം? അതാ കിട്ടിയാൽ കുറ്റപ്പെടുത്തുന്നില്ല, കാര്യം അങ്ങനെ ആയിപ്പോയി. 4 പേരുണ്ടെങ്കിൽ 4 പേരുടെ കയ്യിലും 4 സെല്ല്. പരസ്പരം കാണാനോ പറയാനോ ഒന്നും സന്ദർഭമില്ല. അതുകൊണ്ട് ഈ യുവതലമുറയ്ക്ക് ഇത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സന്ദർഭം വേണം. അത് മാക്സിമം എൻ്റെ കഴിവിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് വളർന്നു വരുന്നു. ഇനിയും കുറച്ചും കൂടി അത് വളരണം, കാര്യങ്ങൾ മനസ്സിലാക്കണം. കാരണം ഹിന്ദു മതത്തിലെ മറ്റുള്ള മതങ്ങളെല്ലാം അവരവർ നിർബന്ധിച്ച് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു സാധ്യത വളരെ കുറവാണ്. പ്രയാസമുണ്ട് പറയുന്നത്. അതിന് കാരണം നമ്മൾ തന്നെയാണ്. ആ യുവതലമുറയെ നമ്മൾ വളർത്തിയെടുക്കണം. എങ്കിലേ അത് അടുത്ത ജനറേഷനിൽ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ദൈവം കോപിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെറിയ കുട്ടികളോട് വരെ പറയാറുണ്ട്, അങ്ങനെ ചെയ്യരുത്, ദൈവകോപം ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ മനുഷ്യന്റെ വ്യാഖ്യാനം മാത്രമാണോ, അതോ ദൈവം എന്തെങ്കിലും മനുഷ്യരിൽ നിന്ന് ആവശ്യപ്പെടുന്നു? ദൈവകോപം എന്നൊന്നില്ല, അബദ്ധമായ ഒരു കോൺസെപ്റ്റാണ് അത്. കാരണം എത്രയോ ദൈവങ്ങളുടെ പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എല്ലാം അനുഗ്രഹിക്കുന്ന പോലെയുള്ളൂ. ഇതിനെ തൊലച്ചു കളയുന്ന ഏതെങ്കിലും ഒരു ദൈവത്തിന്റെ പടം കണ്ടിട്ടുണ്ടോ? സർവജ്ഞത്വം, സർവനിയാമകത്വം, സർവമയാമകത്വം, പരമകാരുണികത്വം ഇതൊക്കെയാണ് ഈശ്വരന്റെ ഗുണങ്ങളായി വർദ്ധിക്കുന്നത്. ഒരിക്കലും ഈശ്വരൻ ദേഷ്യപ്പെടില്ല. ദേഷ്യപ്പെട്ടാൽ സാധാരണ മനുഷ്യൻ. കാരണം കാമക്രോധാദികൾക്ക് അതീതമായതാണ് ഈശ്വര സ്വരൂപം. കാമക്രോധാദികൾ ഇല്ലാതാക്കിയാലേ ഈശ്വരനെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയുന്ന സ്ഥിതിക്ക് ഈശ്വരകോപം എങ്ങനെ പറയും? ഇത് കച്ചവടത്തിന് വേണ്ടി പലരും അത് ചെയ്യുന്നുണ്ട്. ഞാനത് കൂടുതൽ പറയാൻ പറ്റില്ല, കാരണം തൊഴിലുള്ളവർക്ക് പ്രയാസം ഉണ്ടാവും. പക്ഷെ ഒരിക്കലും ഈശ്വര വിശ്വാസമുള്ളവർ മനസ്സിലാക്കണം, ദൈവകോപം എന്നുള്ളത് ഇല്ല. 100% തറപ്പിച്ച് പറയാം. പിന്നെ എന്തുകൊണ്ട് കഷ്ടങ്ങൾ വരുന്നു? നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ വാൾവീസോ സൗകര്യം, നമ്മുടെ പാപത്തിന്റെ ഫലം നമ്മൾ അനുഭവിക്കണം. ഞാനൊരു പാപവും ചെയ്തിട്ടില്ലല്ലോ എന്ന് തോന്നും. പക്ഷേ നമ്മൾ ഡയറക്റ്റായിട്ട് ചെയ്യണമെന്നില്ല. മനുസ്മൃതിയിലെ പഞ്ചമഹാപാതകം എന്ന് പറഞ്ഞിട്ട് 4 പറയുന്നുള്ളൂ. സ്വർണസ്ഥേയം, സുരാപാനം, അനൃതവചനം, ഗുരുതൽപഗമനം. 4ാമത്തത് ഇപ്പം സാധ്യതയില്ല, ഒരു വിദ്യാഭ്യാസമില്ല. മോഷണം, മദ്യപാനം, കള്ളം പറയുന്നത്, ഇത് 3മാണ് ഏറ്റവും വലിയ പാപം. പക്ഷെ 5 എന്ന് പറഞ്ഞിട്ട് 4 പറയുന്നുള്ളൂ. ഈ 5ാമത്തെ എന്തെന്നറിയാമോ? ഈ 4 പാപം ചെയ്തവരുമായി സംസർഗം ഉണ്ടാവുകയോ അവരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയോ ചെയ്താൽ ആ ഒരു ഷെയർ നമുക്ക് വരും. ഇത് 5ാമത്തെ പാപം.
ഇത് നമ്മൾ അറിയാതെ പാപങ്ങൾ ധാരാളം ചെയ്യുന്നു. അതിൻ്റെ ഫലമാണ് കഷ്ടങ്ങൾ കാര്യങ്ങൾ വരുന്നത്. അത് ഓവർകം ചെയ്യാനുള്ള ഒരേ ഒരു വഴി ഈശ്വര വിചാരം മാത്രം. ഈ ക്ഷേത്ര ദർശനത്തിനും ആരാധനയ്ക്കുമൊക്കെ ചില രീതികളൊക്കെ അനുവർത്തിക്കേണ്ടതുണ്ട്, ചിട്ടകളും രീതികളും ഒക്കെ ഉണ്ട്. അതിപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നുണ്ട് എന്ന് വേണമോ മനസ്സിലാക്കാൻ? അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതെ, അമ്പലത്തിലെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൊടിമരം കഴിഞ്ഞ് അകത്തു പോയാൽ ലൗകികമായ കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല. എല്ലാവരും അമ്പലത്തിൽ വരുന്നവരെല്ലാം വളരെ സന്തോഷത്തോടെ വരുന്നവരല്ല. പലവിധമായ ദുഃഖങ്ങൾ അവർക്ക് മനസ്സിലുണ്ടാകും. എവിടെ പോലും നമ്മുടെ ദുഃഖങ്ങളെ മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്: ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം. ആധ്യാത്മികത്തിന് എവിടെ പോയാലും നമ്മുടെ കൂടെ വരും. ഇപ്പം അമ്പലത്തിൽ പോവുകയാണെന്ന് പറഞ്ഞിട്ട് മുട്ടുവേദനയും നടുവേദനയും മാറ്റിവെക്കാൻ പറ്റില്ല. മനസ്സിലുള്ള കഷ്ടങ്ങൾ മാറ്റിവെക്കാൻ പറ്റില്ല. എവിടെ പോലും നമ്മുടെ കൂടെ വരും. അത് നമ്മുടെ കൂടെ ഉള്ളത്. ആദിഭൗതികം ഔട്ട്സൈഡ് പാർട്ടികൾസ് എന്ന് വരുന്നത്. ആദിദൈവികം അതാണ് ഇവരുടെ ദൈവകോപം എന്ന് പറയുന്നത്, നാച്ചുറൽ കലാമിറ്റി. അത് പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങളാണ്, അതിന് ഈശ്വരൻ്റെ കയ്യിലുള്ളതല്ല. ഈ മൂന്ന് വിധമായ ദുഃഖങ്ങൾ വരുമ്പോൾ അതിൻ്റെയൊക്കെ ഓവർകം ചെയ്യാൻ എന്താ വഴി എന്ന് പറഞ്ഞാൽ ഈശ്വരാരാധന മാത്രമാണ് നമുക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ശാന്തി മന്ത്രവും 3 പ്രാവശ്യം ചൊല്ലുന്നത്. ഓം ശാന്തി ശാന്തി ശാന്തി. അത് ശാന്തമായിട്ട് ഓം ശാന്തി 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 എന്ന് പറയുന്നത്. ശാന്തി ശാന്തി ശാന്തി. ആധ്യാത്മികമായ ദുഃഖത്തിൽ നിന്നും ശാന്തി, ആദിഭൗതികമായ ദുഃഖത്തിൽ നിന്നും ശാന്തി, ആദിദൈവികമായ ദുഃഖത്തിൽ നിന്നും ശാന്തി. ഓൺലൈൻ ക്ലാസ്സുകളിലൂടെയൊക്കെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരെയൊക്കെ പഠിപ്പിക്കുന്നുണ്ടാകുക. എങ്ങനെയാണ് അവിടുന്ന് ലഭിക്കുന്ന പ്രതികരണങ്ങളൊക്കെ? എങ്ങനെ? ഓൺലൈൻ ക്ലാസ്സുകളിലൂടെയൊക്കെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളെയൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. എങ്ങനെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന പ്രതികരണങ്ങൾ? അവർക്കെല്ലാം വളരെ വളരെ പ്രയോജനപ്പെടുന്നതായിട്ടാണ് പറയുന്നത്. പ്രത്യേകിച്ചും ഈ കൊറോണ പീരീഡിൽ ആരും പുറത്തിറങ്ങാതിരുന്ന സമയത്ത് അവർക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു സന്ദർഭം കിട്ടി. പലരും അത് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ന്യൂജേഴ്സിയിലുള്ള ഒരു അമ്മ 86 വയസ്സായി. അവിടെ രാത്രി 2:30 മണിയാണ്. 3 സ്വെറ്റർ ഇട്ടുകൊണ്ട് ചെറിയൊരു വെളിച്ചത്തിൽ ഇയർഫോൺ വെച്ചിട്ടാണ് അവർ പഠിക്കുന്നത്. കാരണം 90 വയസ്സായ ഭർത്താവ് അടുത്തിട്ട് ഇരിക്കുക. അത്ര കണ്ട് താല്പര്യം അതിലെടുത്ത് പഠിക്കാൻ കാരണം അവർക്കത് പ്രയോജനപ്പെടുന്നത് കൊണ്ടാണ്. അവർ പറയുന്നത് എൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം അപ്പം മാറിക്കിട്ടുന്നു. വളരെ ഒരു എനർജി കിട്ടിയ പോയായി ഈ വയസ്സിലും എനിക്ക് ഈ ക്ലാസ്സിൽ വരുന്നത് കൊണ്ട്. കാരണം എൻ്റെ ക്ലാസ് എല്ലാം വിത്ത് മീനിങ് ആണ്, അർത്ഥത്തോടെയാണ്. അതിൻ്റെ കൂടെ ഇതുപോലുള്ള കാര്യങ്ങൾ ധാരാളം നമ്മൾ പറയും. ആ ശ്ലോക ഗ്രന്ഥത്തിൻ്റെ മീനിങ് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യാനുള്ള വഴി. ഈ നേരത്തെ പറഞ്ഞ മാതിരി എന്തുകൊണ്ട് ഇനി കഷ്ടം വരുന്നു, ഇതൊക്കെ ഞാൻ എല്ലാ വർഷവും ശബരിമലയ്ക്ക് പോകുന്നു. എന്തുകൊണ്ട് കഷ്ടം വരുന്നു? ശബരിമലയ്ക്ക് പോയതിൻ്റെ പുണ്യം നമുക്കുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. കഷ്ടം പാപത്തിൻ്റെ ഫലം. അത് കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കണ്ടേ? അപ്പോൾ ഇൻസ്റ്റാൾമെൻ്റ് ഉണ്ടായിട്ട് എങ്ങനെ EMI നമ്മൾ അടയ്ക്കുമ്പോൾ കടം കുറഞ്ഞു വരുന്നു, അതുപോലെ ഓരോ ദുഃഖവും കഷ്ടം വരുമ്പോൾ നമ്മുടെ പാപത്തിൻ്റെ അറിവ് കുറഞ്ഞു വരുന്നു. ആ ഒരു കാര്യം മനസ്സിലാക്കിയാൽ ആരും ഈശ്വരനെ പഴിക്കില്ല. ഈ ആത്മീയതയിലേക്ക് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, യുവാക്കളുടെ ഒരു കടന്നുവരും, അതോടൊപ്പം സ്ത്രീകളുടെ ഒരു പങ്കാളിത്തം ഈ ആത്മീയതയിൽ എത്രത്തോളം ഉണ്ട്? അങ്ങ് ഇത്രയും നാൾ ക്ലാസ്സുകൾ എടുക്കുകയാണ്, അതിൽ സ്ത്രീകളുടെ ഒരു പങ്കാളിത്തം എത്രത്തോളം? സ്ത്രീകളുടെ പങ്കാളിത്തം എത്രത്തോളമാണ്? തീർച്ചയായിട്ടും. കാരണം ഞാൻ ആദ്യം വേദം പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ വർക്കിൽ ജോലി ചെയ്യുമ്പോൾ 6 പേരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. 6 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കുകയാണ് അവിടെ ചന്ദ്രമൂലി എന്ന് പറഞ്ഞ ISR ഒരു ജോലിയുള്ള ഒരാൾ വന്നു. അവർ ഈ ലളിതാ സഹസ്രനാമം ചൊല്ലിക്കൊടുക്കാം. ഞാനൊരു സന്ദർഭം കാത്തിരിക്കുകയായിരുന്നു. എന്ന് ഞാൻ സ്ത്രീകളെ പഠിപ്പിക്കാൻ തുടങ്ങിയോ അന്ന് എൻ്റെ സ്റ്റുഡൻസിൻ്റെ എണ്ണം 2000-ഓളമായി. കാരണം മുടങ്ങാതെ അത് ചെയ്യാൻ അവർക്ക് തയ്യാറാവുള്ളൂ. ശരിക്കും അതാണ്. കാരണം ഏതൊരു കാര്യം കൊടുത്താലും അത് വാങ്ങി അത് ഉൾക്കൊണ്ട് അത് പ്രാവർത്തികമാക്കാനുള്ള ഒരു മനസ്ഥിതി സ്ത്രീകളാണ് കാണിക്കുന്നത്. എൻ്റെ ക്ലാസ്സിൻ്റെ ജെൻറ്റ്സ് കൊണ്ട് ഇല്ലെന്ന് പറയുന്നില്ല, ഒരു 10% ഉള്ളൂ. ബാക്കി എല്ലാം സ്ത്രീകൾ തന്നെയാണ്. കാരണം രാമായണത്തിൽ ഫലശ്രുതി പറയുമ്പോൾ സ്ത്രീയശ്ച സൗഖ്യം മുഖം സുഖമുക്തിമഞ്ച എന്ന് പറയും. സ്ത്രീകൾ സൗഖ്യമായിരിക്കണം. ഏത് ഗ്രന്ഥമെടുത്താലും സ്ത്രീകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം ഒരു സ്ത്രീ സൗഖ്യമായിരുന്നാൽ ആ കുടുംബം സൗഖ്യമായിരിക്കും. കുടുംബം സൗഖ്യമായിരുന്നാൽ ഗ്രാമം സൗഖ്യമായിരിക്കും. ഗ്രാമം സൗഖ്യമാണെങ്കിൽ നഗരം, നഗരമാണെങ്കിൽ രാഷ്ട്രം, രാഷ്ട്രമാണെങ്കിൽ ലോകം. സ്ത്രീ സൗഖ്യമല്ലെങ്കിലോ ഇതെല്ലാം റിവേഴ്സിൽ വരും. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. ഏറ്റവും പ്രധാനം ശക്തി. സൗന്ദര്യം എടുത്താലും ശിവശക്തിയായുക്തോ യദി ഭവതി ശക്തഃ പ്രഭവിതും നചേദേവം ദേവോ നഖലു കുശലസ്പന്ദിതുമപി എന്നാണ് തുടങ്ങുന്നത്. ശക്തിയില്ലെങ്കിൽ ശിവന് പോലും അനങ്ങാൻ പറ്റില്ല. അപ്പൊ നോക്കൂ, ഈശ്വരൻ പ്രവർത്തിക്കണമെങ്കിൽ ശക്തി വേണം. ആ ശക്തിയാണ് നമ്മൾ ദേവി എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്ത്രീകളാണ് ശരിക്കും ഇതെല്ലാം കൈകാര്യം ചെയ്യേണ്ടതും. അവരുടെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ അടുത്ത തലമുറയ്ക്ക് അത് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അത് ഒരു പരിധി വരെ ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയതും വിജയിച്ചതുമാണെന്നുള്ളത് സന്തോഷത്തോടുകൂടി പറയുന്നതാണ്.
ഈ കാര്യത്തിൽ നമുക്ക് ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ വിശദീകരിക്കാനും ചർച്ച ചെയ്യാനും ഒക്കെ ഉണ്ട്. പക്ഷേ സമയപരിമിതിയുണ്ട്. എന്തായാലും ഇന്ന് ന്യൂസ് മോർണിംഗിൽ അതിഥിയെ എത്തിയതിന് വളരെയധികം നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു.